സംസ്ഥാന സർക്കാർ ചലച്ചിത്ര പുരസ്കാരം കൊടുത്ത് കള്ളുകുടിയുടെ മഹത്വം പാടുന്ന പാട്ടിനായിരുന്നു. അത് വിവാദമായത് സ്വാഭാവികം. എന്നാൽ ശ്രീനാരായണ ഗുരുവിനെയും മഹർഷി അരവിന്ദനെയും രാമകൃഷ്ണനെയും രാമദാസിനെയും പുകഴ്ത്തുന്ന പാട്ട് പാടുന്നത് എങ്ങനെ വിവാദമാകുമെന്ന ചോദ്യം സാധാരണക്കാർ ചോദിക്കാൻ തുടങ്ങി. RSS പാടുന്ന പാട്ടൊന്നും മറ്റാർക്കും പാടാൻ പറ്റില്ലെന്ന് പറയുന്നതിലെ യുക്തിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ എറണാകുളത്ത് നടന്ന പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പാടിയ ദേശഭക്തി ഗാനം RSS ശാഖയിൽ പാടുന്ന ഗണഗീതമാണെന്നതാണ് ചിലർ വിവാദമാക്കുന്നത്. പാട്ട് പൂർണ്ണമായും ദേശഭക്തിയെ വാഴ്ത്തുന്നതാണ്. ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ ഭാരതത്തിന്റെ 150-ാം പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന് പാടുന്നതിനെ എതിർക്കുന്നവർക്ക് വന്ദേ ഭാരതത്തെ എതിർത്ത ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളുടെ മനസ്സു തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിൽ കുട്ടികളെ നിർബന്ധിച്ച് പാടിച്ചുവെന്ന് പറയുന്ന ഈ ഗീതം കാലങ്ങളായി കലാലയങ്ങളിലും കലോത്സവങ്ങളിലും പാടുക പതിവാണ്. ഈ പാട്ടിന്റെ അർത്ഥവും പ്രസക്തിയും മനസ്സിലാക്കിയ സദേൺ റെയിൽവേ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്തതാണ് ചിലർ വിവാദമാക്കിയത്. ഈ ഗാനത്തിൽ ഭഗത് സിംഗിനെയോ ഝാൻസി റാണിയെയോ വിവേകാനന്ദനെയോ ശ്രീനാരായണനെയോ ആരെ പുകഴ്ത്തുന്നതാണ് എതിർപ്പിന് കാരണമെന്ന ചോദ്യവും വ്യാപകമാകുന്നുണ്ട്.